അമ്മമാര് ഒരു പ്രസവം നടത്തുമ്പോ അപ്പന്മാര് അതേസമയം 3 പ്രസവം നടത്തുന്നു. ദൈവമേ, അപ്പന്മാര് പ്രസവിക്കാൻ തുടങ്ങിയ നമ്മൾ പത്രം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. അപ്പൻ എന്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ, ഒരു വീട്ടില് ആദ്യം മരിക്കണത്, നോർമലി ആദ്യം മരിക്കണത് ആരായിരിക്കും അച്ഛാ? നമ്മുടെയൊക്കെ വീടുകളിൽ ആദ്യം മരിക്കണത് ആരാ? അപ്പൻ ആദ്യം തന്നെ പോവും, പിന്നീട് വന്നാ മതി അമ്മയെന്ന് പറയും. കാരണം ഈ അമ്മ 1 പ്രസവിക്കുമ്പോ അപ്പൻ 3 പ്രസവിക്കും വെച്ചാ. അതുകൊണ്ട് അപ്പന്മാര് പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കണോണ്ടപ്പം തന്നെ ആ ചേട്ടന് മനസ്സിലായി അച്ഛന് സംഭവം പിടികിട്ടിയിട്ടില്ല. അപ്പോ ഈ ചേട്ടനെ ഒന്ന് വിവരിച്ചു തന്നു. അച്ഛാ, ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകുമ്പോ ആ സ്ത്രീയുടെ ചിന്ത എന്തായിരിക്കും? ഉള്ളിലുള്ള കുഞ്ഞിനെ പറ്റി മാത്രം ഒരിക്കലും. പക്ഷെ പുറത്തിരിക്കണ ഞാനുണ്ടല്ലോ, എനിക്ക് കുഞ്ഞിനെ പറ്റി അമ്മയും പറ്റി ഒരേപോലെ ചിന്തയാണ്. അതാണ് അച്ഛാ, അവള് 1 പ്രസവിക്കുമ്പോ ഞാൻ 2 പ്രസവിക്കണം അവിടെ തന്നെ. എനിക്ക് കുഞ്ഞിനെ പറ്റി മാത്രമല്ല, എനിക്ക് അവളെ പറ്റിയും ചിന്തയാണ്. അപ്പൊ 2 ഓക്കെ. ഞാൻ പറഞ്ഞപ്പോ 3ാമത്തെ എനിക്ക് മനസ്സിലാവത്തു. അച്ഛാ, 3ാമത്തെ പ്രസവം നടക്കണെന്ന് വെച്ചാല് ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ബില്ല് ഞങ്ങൾക്ക് കിട്ടും. അതോടെ 3ാമത്തെ പ്രസവം നടക്കും അല്ലെ? അമ്മ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴേക്കും വേദനയൊക്കെ മറന്ന് ആടിപ്പാടി നടക്കുമ്പോ അപ്പൻ ആ ബില്ല് കണ്ടോടുകൂടി ബോധം പോയി അവിടെ കിടപ്പുണ്ടാവും. അവസാനം തൊട്ടപ്പുറത്ത് ചിലപ്പോഴേക്കോ ഈ ബില്ല് കണ്ടിട്ട് ഐശ്വര്യ കയറിയവരൊക്കെ ഉണ്ടാവും, ഇവിടെ തന്നെയൊക്കെ കാണും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ അമ്മമാരോട് വളരെ സ്നേഹത്തോടുകൂടെ ഇടപഴകുമ്പോ അതേ സ്നേഹം, അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് അപ്പന്മാരോട് ഉണ്ടെന്നുള്ള. ഞാൻ എന്റെ വായിലൂടെ അമ്മ എന്ന് പറയുമ്പോ അത് അപ്പന്റെ ആയും അമ്മയുടെ മായും ചേർന്നു.